നമ്മൾ യു എ വാറ്റ് പറഞ്ഞ പോലെ തന്നെ 2018 യു എ വാറ്റ് വന്നത് അല്ലേ. പക്ഷെ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് യു എയിൽ വരുന്നത് 2024 ഓക്കെ, ഏകദേശം 2023 ലാസ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അത് എഫക്റ്റീവ് ആവുന്നത് നമ്മൾ പൊതുവേ പറയുന്നത് എന്നാണ്, ഈ പറയുന്ന 2024 വന്നു എന്നുള്ളതാണ് നമ്മൾ പൊതുവേ പറയാറ്. ഓക്കെ, സോ അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ടാക്സ് എന്നുള്ളതിലോട്ട് ജസ്റ്റ് ഒന്ന് വരാം. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് നമുക്കറിയാം, ഇൻകം ടാക്സ് അറിയില്ല, നമ്മൾ പൊതുവെ ഇൻകം ടാക്സ് പറയാറുണ്ട്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് അല്ലേ? ഡയറക്റ്റ് ടാക്സ് ആണ്, നേരിട്ട് ഗവൺമെന്റിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. ഡയറക്റ്റ് ടാക്സ് മീൻസ് ഇൻകം ടാക്സ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നതും അതേപോലെയുള്ള ഒരു ടാക്സ് ആണ്, ഡയറക്റ്റ് ടാക്സ് ആണ്. ഗവൺമെന്റിന് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ടാക്സ് ആണെന്ത് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ടാക്സ് ആയിട്ടാണ് കോർപ്പറേറ്റ് ടാക്സിന് പറയാം. അതിന് മറ്റ് 1-2 പേരുകളൂടെ ഉണ്ട്. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് പറയും, അതുപോലെ തന്നെ ബിസിനസ് പ്രോഫിറ്റ് ടാക്സ് എന്നുള്ളതും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ബിസിനസ് പ്രോഫിറ്റ് ടാക്സ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ റിയാസ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ടാക്സ് ആണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് അറിയേണ്ട ഒരു പോർഷനാണ്. ഇപ്പോൾ 2024 വന്നതെന്നുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ കുറേ കാര്യങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറേ തിയററ്റിക്കൽ പോർഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഫയലിംഗ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബിസിനസ്സുകളൊക്കെ പൊതുവെ ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് പോകുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ടാക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയണം. കാരണം എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് കുറേ അതിൻ്റെ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പൊതുവെ അതിനൊരു ലിമിറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര എമൗണ്ട് ക്രോസ് ചെയ്താലാണ് അവർ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്താണോ, അവർക്ക് നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ ഏൺ ചെയ്യുന്നത്, അതിൻ്റെ ഒരു 9% നെറ്റ് പ്രോഫിറ്റിൻ്റെ ഫുൾ ആയിട്ടല്ല, അതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്, തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലേ, അറിയാലോ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു അക്കൗണ്ടൻ്റ് ആണ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഏതൊക്കെയാണ് പറയാൻ പറ്റുമോ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതന്നെ ഉള്ളോ? ഈ 3 തന്നെ ഉള്ളോ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ഓക്കെ, ഇതൊക്കെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇതാണ് നമുക്കറിയുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. ശരിക്കും ഇത് മാത്രമാണോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്? നിങ്ങൾ യു എയിൽ ഒരു ഇന്റർവ്യൂവിന് പോയി നോക്കുക, ഇത് മാത്രമല്ല ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വരാം. നമ്മൾ IFRS ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പൊതുവേ പ്രിപ്പയർ ചെയ്യുക, മനസ്സിലായോ? അല്ലാണ്ട് നമ്മൾ പണ്ട് ഡിഗ്രിയിൽ പഠിച്ച അല്ലെങ്കിൽ +2 പഠിച്ചിട്ടുള്ള ആ ഒരു T ഫോർമാറ്റിലല്ല നമ്മൾ എന്ത് ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഒരു സൈഡിൽ അസറ്റ്, ഒരു സൈഡിൽ ലയബിലിറ്റി, ആ രീതിയിലല്ല പ്രിപ്പയർ ചെയ്യാം, മനസ്സിലായോ? അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെയല്ല പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ അതിനൊക്കെ ജസ്റ്റ് അതിൻ്റേതായിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് IFRS ബേസ് ചെയ്തിട്ട് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്, മനസ്സിലായോ? ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ടാക്സ് കൂടെ വന്നതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാ ബിസിനസ്സുകളും എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് IFRS ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ IFRS ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമോ എന്നുള്ളത് കൂടെ അറിയണം. ഇപ്പോൾ പല ആളുകളും എന്ത് ചെയ്യും, അവർക്ക് നല്ല രീതിയിൽ അക്കൗണ്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള ആളുകളാണ്, പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ IFRS ബേസ് ചെയ്തിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ആളുകൾ അവരെടുക്കൂല.
മനസ്സിലായോ? ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കൂടെ വന്നതുകൊണ്ട് കൂടിയിട്ട് എന്ത് ചെയ്യും, പഴയ അക്കൗണ്ടന്റുമാർക്ക് പല ആളുകൾക്കും അവരുടെ പണി പോകും. കാരണം എന്താ, അവർക്ക് ഈ പറയുന്ന പോലെ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് അറിയില്ല എന്നുള്ളത് മാത്രമല്ല, കോർപ്പറേറ്റ് ടാക്സ് വന്നതോട് കൂടിയിട്ട് അവർ IFRS ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ നിർബന്ധമായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് അറിയണം. പൊതുവെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പറയുന്ന കാര്യങ്ങൾ, ഇനി നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണെങ്കിലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് മാത്രം പറയരുത്. മനസ്സിലായോ? ഏതൊക്കെയാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിന് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം എന്നുള്ളത് പറയും, വേറെ പേരിൽ പറയും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം എന്നുള്ളത് പറയും. ദെൻ പിന്നെ ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയും. മനസ്സിലായോ? ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. ഇത് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഈ 5 കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരിക. മനസ്സിലാക്കി വെക്കണം കേട്ടോ, നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫെയിൽ ആവാൻ ഈ ഒരു ഒറ്റ പോയിന്റ് മതി. നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടൂല. മനസ്സിലായോ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താ, അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കറിയാം, നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അറിയാം, എന്താണെന്നറിയാം. പക്ഷേ നമ്മൾ ഇന്റർവ്യൂ ബോർഡ് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പറയും. ഇത് മാത്രമല്ല, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ IFRS ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം, ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ദെൻ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, ദെൻ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ, ദെൻ നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഈ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിൽ ഇത് പറയാനുള്ള റീസൺ, നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർപ്പറേറ്റ് ടാക്സ് ചെയ്യണം അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ മുകളിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമല്ലോ. ഫൈനലി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാറില്ലേ? ഇപ്പോൾ 1 ലക്ഷം ആണ്, 1 ലക്ഷം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒരു 1 lakh ആണെന്നുണ്ടെങ്കിൽ, ആ 1 lakhന്റെ മുകളിൽ 9% അല്ല കോർപ്പറേറ്റ് ടാക്സിൽ കാണാം. മനസ്സിലായോ? ആ 1 lakhന്റെ മുകളിൽ 9% കാണാന്ന് പറയുമ്പോൾ സിമ്പിളാ, നമുക്ക് അതിലൊന്നും പഠിക്കാനൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അങ്ങനെയല്ല. അതിൽ ആ 1 lakh നമ്മൾ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ കുറക്കണം, ചില കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കോർപ്പറേറ്റ് ടാക്സ് ലോ പ്രകാരം ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നെറ്റ് പ്രോഫിറ്റിന്ന് നമുക്ക് അതിന് കുറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. മീൻസ് അതിലോട്ട് തിരിച്ചെന്നെ ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കോർപ്പറേറ്റ് ടാക്സിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഫൈനൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിൽ ചില കാര്യങ്ങൾ അതിൽ നിന്ന് കുറക്കും, ചില കാര്യങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യും. മനസ്സിലായോ? ചില കാര്യങ്ങൾ അതിൽ ലെസ് ചെയ്യും, ചില കാര്യങ്ങൾ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യും. ഈ ലെസ് ചെയ്യലും ആഡ് ചെയ്യലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻകം എന്ന് പറയും. അക്കൗണ്ടിങ് ഇൻകം. മനസ്സിലായോ? സോറി, നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ ഇൻകം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ടേമിലോട്ട് വരുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം അല്ല നമ്മൾ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് 1 lakh നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സ് ലോ പ്രകാരം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നല്ല പറയാം, അതിൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻകം എന്നാണ് പറയാം. അക്കൗണ്ടിങ് ഇൻകം അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അക്കൗണ്ടിങ് ഇൻകം എന്നാണ് പറയാം. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻകത്തുനിന്ന് ചില കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു എമൗണ്ട് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം എന്ന് പറയാം. നമ്മൾ ടാക്സബിൾ വാല്യൂ ഒക്കെ പറഞ്ഞില്ലേ നേരത്തെ, വാല്യൂ ഓഫ് സപ്ലൈ എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് അതിൻ്റെ മുകളിലല്ലേ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ലോ പ്രകാരം ഒരു ടാക്സബിൾ ഇൻകം എത്രയാണോ അതിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിനും ചില ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്ര എമൗണ്ട് മുതൽ ഇത്ര എമൗണ്ട് വരെ കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാവില്ല, ദെൻ അതിനുശേഷം വരുമ്പോൾ അതിന് കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ലിമിറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ
ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഈ ഒരു കോർപ്പറേറ്റ് ടാക്സ് എഫക്റ്റീവ് ആവുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1st June 2023. അതായത് 1st June 2023ക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത് കോർപ്പറേറ്റ് ടാക്സ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളതൂടെ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പൊതുവേ നമ്മൾ കണക്കാക്കുന്നത് 12 month ആയിട്ടാണ്. വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് പൊതുവേ 12 monthലോട്ടാണ്. അതായത് ഒരു വർഷമാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കണക്കാക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് കോർപ്പറേറ്റ് ടാക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് വിത്തിൻ 9 months ഫ്രം ദ എൻഡ് ഓഫ് ആപ്ലിക്കബിൾ ടി പി എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സബിൾ എന്താണ് അറിയോ, എന്താണ് ടി പി അറിയോ, ആർക്കെങ്കിലും അറിയോ? ടാക്സബിൾ പ്രോഫിറ്റ് ആണ്. ടാക്സബിൾ പ്രോഫിറ്റ് അല്ലേ, ടാക്സബിൾ പ്രോഫിറ്റിന്റെ ടാക്സബിൾ പ്രോഫിറ്റ് മുതൽ നമ്മൾ ആ ഫൈൻഡ് ചെയ്തത് മുതൽ 9 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിന്റെ ഡ്യൂ ഡേറ്റ് ആയിട്ട് വരുന്നുണ്ടാകും. സോ അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സോ സിമ്പിൾ ആയിട്ട് ഞാൻ കോർപ്പറേറ്റ് ടാക്സ് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ദെൻ അത് പറയാനുള്ള ടൈമേ നമുക്കിന്ന് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് പിന്നീട് ടൈമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് കോർപ്പറേറ്റ് ടാക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഫൈനാൻഷ്യൽ ഇയർ ഫൈൻഡ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 1st April to 31st March അല്ലേ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് പറയാം അല്ലേ, അതാണ് കമ്പൽസറി ഇയർ ആയിട്ട് പറയാം അല്ലേ. പക്ഷെ UAE നമ്മൾ പൊതുവേ പറയാം 1st January to 31st December ആണ് പറയാം. നമ്മൾ സാധാ കലണ്ടർ പീരീഡ് ആണ് പറയാറ്. പക്ഷെ അത് കമ്പൽസറി ഒന്നുമല്ല. ഈ പറയുന്ന ഇയർ തന്നെ ഫൈനാൻഷ്യൽ ഇയർ ആവണമെന്ന് ഒരു നിർബന്ധം UAE ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചില ബിസിനസ്സുകൾ ഇപ്പോൾ April 1 മുതൽ March 31 വരെ ആയിരിക്കും, ചിലത് February 1 മുതൽ നെക്സ്റ്റ് January 31 വരെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അത് പല ബിസിനസ്സുകളും പല രീതിയിലായിരിക്കും അവിടെ ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരു ബിസിനസ് എടുക്കുമ്പോൾ ആ ബിസിനസ്സിന്റെ ഫൈനാൻഷ്യൽ ഇയർ ഫൈൻഡ് ചെയ്യണം. എന്നാണ് അതിന്റെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കേണ്ട കാര്യം അതാണ്. മനസ്സിലായോ? കോർപ്പറേറ്റ് ടാക്സ് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആയാൽ മാത്രം മതിയോ? ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. വേണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ആണോ? സോ അതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും ഇല്ലേ? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടൂലേ? ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില അഡ്ജസ്റ്റ്മെന്റ്സ്, ചില കാര്യങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യാനുണ്ടാവും, ചില കാര്യങ്ങൾ അതിന് ഡിഡക്ട് ചെയ്യാനുണ്ടാവും. ഈ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ ടാക്സബിൾ ഇൻകം എന്നാണ് പറയാം അല്ലേ? അതും നമ്മൾ പറഞ്ഞു. ഇനി ടാക്സബിൾ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ചാർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ലാബ് റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ടാക്സബിൾ ഇൻകം എന്താണെന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ കുറക്കണം, ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിലോട്ട് തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 lakh ആണ് നമ്മളുടെ ടാക്സബിൾ ഇൻകം എന്ന് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ടാക്സബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് ഒരു 5 lakh ആണ് വരുന്നത്. ഓക്കെ, 5 lakh ആണ് ടാക്സബിൾ ഇൻകം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത് എത്രയാണ്? അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പോൾ അതിന് തന്നെ കുറേ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഫൈനാൻഷ്യൽ ഇയർ ഫൈൻഡ് ചെയ്യണം, അതുപോലെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എങ്ങനെയുള്ള ബിസിനസ്സുകളാണ് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഇൻകംസ് ആണ് അതിൽ ആഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സെഷനോട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 5 lakh ആണ് അവരുടെ ടാക്സബിൾ ഇൻകം എന്നുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കാണാം? സിമ്പിളാണ്. ഫസ്റ്റ് 3,75,000 വരെ 0% ആണ്. മനസ്സിലായോ? നമ്മളുടെ ടാക്സബിൾ ഇൻകം ഫസ്റ്റ് 3,75,000 വരെ 0% ആണ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിന്റെ ടാക്സബിൾ ഇൻകം 3,70,70,000 ദിർഹംസ് വരെ എന്ത് ചെയ്യണ്ട, അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, 0% ആണ്. ക്ലിയർ ആണോ? അതിനുശേഷം വരുന്ന എമൗണ്ടിന്റെ 9% ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 5 lakh ആണ് നമ്മൾ എക്സാമ്പിൾ എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കാണാൻ എങ്ങനെയാണ്? കോർപ്പറേറ്റ് ടാക്സ് നമ്മൾ കാണുന്നത് എത്രയാ, ടോട്ടൽ എത്രയാ നമുക്ക് വരുന്നത്? ടോട്ടൽ എമൗണ്ട് വരുന്നത് 5 lakh ആണ് അല്ലേ? 5 lakh ആണ് വരുന്നത്. ഈ 5 lakhന്റെ 5 lakh മൈനസ് 3,75,000. ഓക്കെ, 3,75,000 ദിർഹംസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എത്ര കിട്ടി? 5 lakh 3,75,000 1,25,000. ഈ 1,25,000ന്റെ മുകളിൽ 9% ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? സോ ഇവിടെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാ വരും എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 1,25,000 ഓക്കെ, 11,750 അല്ലേ? 1,20,000 ഇൻറ്റു 9%. 9% കണ്ടു കഴിഞ്ഞാൽ 11,250 അല്ലേ? 250 അല്ലേ പറഞ്ഞത് അല്ലേ? ഓക്കെ, 11,250. ഇതാണ് എന്ത്, കോർപ്പറേറ്റ് ടാക്സ്. ഈ എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എമൗണ്ട് ആണ് അവർ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ക്ലിയർ ആണോ? കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് സിമ്പിളായിട്ട് പഠിക്കാവുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? കോർപ്പറേറ്റ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. സോ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ടാക്സബിൾ ഇൻകം ഒരു 10 lakh ആണ്, അല്ലെങ്കിൽ ഒരു 8 lakh ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എത്ര കോർപ്പറേറ്റ് ടാക്സ് വരും ചിന്തിച്ചാൽ മതി. 8 lakh ആണെന്നുണ്ടെങ്കിൽ 8 lakh 3,75,000 കുറക്കുക, ബാക്കി വരുന്ന എമൗണ്ടിന് 9% കാണാം. മനസ്സിലായോ? സോ സിമ്പിളാണ് കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ ഇയർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളത് പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ്, നാച്ചുറൽ പേഴ്സൺ, ലീഗൽ പേഴ്സൺ എന്ന് പറയുന്ന ടേംസ് കുറേ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ബിസിനസ്സുകളാണ് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഏത് ഡേറ്റിന് ശേഷം ഫോം ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ് കേട്ടോ.